നമുക്കൊരു ഓൺ വോയിസ് ചെയ്യാം. ഞാൻ വൈകുന്നേരം എത്തുമ്പോഴേക്ക് അമ്മയുണ്ട് പറയുന്നത്, നമ്മളെ കണി കാണാൻ കിട്ടിയ ചക്ക പഴുത്തു, നമുക്ക് ചക്ക വരട്ടി ആക്കിയാലോ. അങ്ങനെ ചക്ക വരട്ടി ആക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. ഒരു കുഞ്ഞ് വരിക്കച്ചക്കയും ഒരു കുഞ്ഞ് പഴഞ്ചക്കയാണ് കിട്ടിയത്. അപ്പോൾ പഴഞ്ചക്ക അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. നാളേക്ക് വെച്ചാൽ അതെന്തായാലും കേടാവും. അതുകൊണ്ട് ഇന്ന് തന്നെ പരീക്ഷിക്കാമെന്ന് കരുതി. അമ്മ പിന്നെ ചോറ് കളഞ്ഞാലും ചക്ക കളയാത്ത ആളാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ഒരു ടൈമിലധികം ചക്ക വരട്ടി ഉണ്ടാക്കി വെക്കും. പക്ഷേ മഴക്കാലത്തേക്കെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അതിന് മുന്നേ ചിലപ്പോൾ കഴിയും. മഴക്കാലത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത്, മഴക്കാലത്ത് എന്നല്ല, നമുക്ക് ചക്ക കിട്ടാത്ത ടൈമിൽ ഒരു ചെറിയ പീസ് എടുത്ത് ചക്കയപ്പയോ അല്ലെങ്കിൽ നമുക്ക് ചക്ക പായസമോ അല്ലെങ്കിൽ ജാമ്പോലയോ കഴിക്കാനെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ചക്ക മുറിക്കലാണ് ഏറ്റവും വലിയ പാട്. അങ്ങനെ ചക്കയിൽ മുറിച്ച്, ഇതാകുമ്പോൾ നമുക്ക് അരക്കേണ്ട ആവശ്യമില്ല, പഴഞ്ചക്ക ആയതുകൊണ്ട്. അപ്പം വരിക്കച്ചക്ക ആകുമ്പോൾ നമുക്ക് അരക്കണ്ടേ. അതിനിടയിൽ വരിക്കച്ചക്കേൻ്റെ മേലും പരീക്ഷണം തുടങ്ങി. അതും ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്തു. നല്ല മധുരമുണ്ട്. നമ്മൾ ഉരുളിയിലാണ് പൊതുവേ ഉണ്ടാക്കൽ. ഉരുളി കേടായതുകൊണ്ട് ഈ ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ പഴഞ്ചക്കേൻ്റെ ആ ഒരു വെള്ളം വെലിഞ്ഞെടുക്കണം. അതായത് ചക്കി അതിലേക്കിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് വെലിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുത്താൽ, ഒരു നുള്ളുപ്പും കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാം അടിപൊളിയാണ്. കാരണം ഹെൽത്തി ഫുഡല്ലേ, നമുക്കൊന്നും കെമിക്കലോ കാര്യമോ ഒന്നുമില്ല. പണ്ടുള്ള ആൾക്കാരൊക്കെ അമ്മയെല്ലാം പറയുന്നേക്കും, പണ്ടുള്ള അമ്മമ്മയും അച്ചാച്ചന്മാരെല്ലാം അവരൊക്കെ ഉള്ള സമയത്ത് ഇതെല്ലാം ഇങ്ങനെ ടിന്നിലാക്കിയിട്ട്, അതായത് വെള്ളപ്പറ്റൊന്നും ഇല്ലാത്ത ടിന്നിലാക്കിയിട്ട് സൂക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ ബെല്ലപ്പാവ് റെഡിയാക്കി വെച്ചതാണ് ഓൾറെഡി. വിഷുവിന് കാരയപ്പത്തിന് വേണ്ടിയിട്ട് ആക്കി അമ്മ കുറച്ചധികം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. ബെല്ലപ്പാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പം അത് ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ ആ ഒരു എന്താ പറയേണ്ടത്, പിന്നെ നെയ്യ് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിന് നല്ല, ഞാൻ ഇതിലേക്ക് പറയാൻ വിട്ടൊരു പരിപാടികളുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് ടൈമിൽ കുറച്ച് ജീരകം അതുപോലെ ഏലക്കായും കൂടെ വറുത്ത് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന്. അതിൻ്റെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ചക്ക വരട്ടി റെഡിയായി. ഇത് ചൂടാറിയിട്ട് നമുക്ക് ഒരു അധികം വെള്ളപ്പറ്റൊന്നും ഇല്ലാത്ത ഒരു ടിന്നിലേക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം.